സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാനോട് റോഷൻ. എന്താ പറയുക, സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടത്തിന് ഭാഗമായിട്ട് അപ്ഡേറ്റ് വരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ഫാൻസിൻ്റെ ഭാഗത്ത് കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ആൻഡ് വൺസ് ആ ഒരു സ്പൈഡർമാൻ്റെ ട്രെയിലർ 2 വന്നതിന് ശേഷം ഇപ്പോൾ അപ്ഡേറ്റ്സിൻ്റെ ചാകരയാണ് ഒരു പരിധിക്ക് മേലെ പൊക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ലീക്ക്ഡ് വീഡിയോസ്, പ്രമോ വീഡിയോസ്, TV സ്പോട്ട് എന്ന പേരിൽ വേറൊരു സൈഡിൽ കൂടെ എക്സ്ട്രാ ഫൂട്ടേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിലൊരു സ്പൈഡർ മയമാണ് ആയിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ പടത്തിലെ ഹീറോ ആരാണ്? മാർവലിൻ്റെ തന്നെ ഒഫീഷ്യൽ സ്പോയിലർ മാനായിട്ടുള്ള ടോം ഹോളണ്ട്. പുള്ളിയെ കൊണ്ടാവുന്ന വിധത്തിൽ മറ്റൊരു സൈഡിൽ കൂടെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തുകൊണ്ട് വായ്ത്താളം വിട്ടുകൊണ്ട് പുള്ളിയും ആളുടേതായിട്ടുള്ള രീതിയിൽ സ്പോയിലേഴ്സും പരിപാടികളും പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നത് പടത്തിലെ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടറാണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ട്രെയിലർ 1 ആയാലും 2 ആയാലും ആ ഒരു മെയിൻ വില്ലനിലോട്ടുള്ള യാതൊരുവിധ ലീഡും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് അത് നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് പടത്തിൽ തന്നെയായിരിക്കും എക്സ്പോസ്ഡ് ആവാൻ പോകുന്നതെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി ഇത് അറിഞ്ഞു പറഞ്ഞതാണോ അറിയാതെ പറഞ്ഞതാണോ എന്നുള്ളൊരു കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയില്ല. എന്തായാലും പുള്ളി ഇത് പറഞ്ഞതിന് ശേഷം എല്ലാവരും ആരായിരിക്കും ആ ഒരു സർപ്രൈസ് വില്ലൻ എന്നുള്ളൊരു രീതിക്ക് ചിന്തകളും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ചില ഗസ്സുകളും പരിപാടികളും ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ TV സ്പോട്ട് പരിപാടികൾ, പ്രൊമോ വീഡിയോസ് എന്ന പേരിൽ ഒരു സൈഡിൽ കൂടെ സുലഭമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. എന്തായാലും പടത്തിൽ വരാൻ പോകുന്ന മെയിൻ വില്ലനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ട്രെയിലർ 1, 2 ഒന്നും അതിനെ പറ്റിയിട്ട് ഒരു ലീഡും കൊടുത്തിട്ടില്ല എന്ന് ടോം ഹോളണ്ട് തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞ സ്ഥിതിക്ക് സാഡി സിംഗ് ആയിരിക്കില്ല പടത്തിലെ ഒരു മെയിൻ വില്ലി ആയിട്ട് വരാൻ പോകുന്നത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. ഓൾറെഡി സാഡി സിംഗിന്റെ ക്യാരക്ടർ ഏതൊരു ക്യാരക്ടർ ആണെന്നുള്ള കാര്യത്തിൽ മാർവലിന്റെ ഭാഗമായിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്നാൽ പോലും ജീൻ ഗ്രേ ആണെന്നുള്ളൊരു പരിപാടിയിലാണ് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. സോ ആ ഒരു ഗതിക്ക് ജീൻ ഗ്രേ ആണെങ്കിൽ പുള്ളിക്കാരി എന്തെങ്കിലും വില്ലത്തിയായിട്ട് വരാനായിട്ട് ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ ജീൻ ഗ്രേ ആണെങ്കിലും അല്ലെങ്കിലും സാഡി സിംഗിന്റെ ആ ഒരു ക്യാരക്ടർ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ ഒരു വില്ലൻ മോഡിലോട്ട് ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പടത്തിന്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും സ്പൈഡർമാന്റെ ടീമിൽ ചേർന്നുകൊണ്ട് ഒരു നല്ല മോഡിലോട്ട് മാറാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോം ഹോളണ്ട് ടീസ് ചെയ്ത ഈ ഒരു ട്രെയിലർ 1ലും 2ലും മറച്ചു വെച്ചിട്ടുള്ള ആ ഒരു വില്ലൻ ക്യാരക്ടർ ആരായിരിക്കും എന്നുള്ള ഒരു കാര്യത്തെ പറ്റി നോക്കുമ്പോഴാണ് ഈ ഒരു പ്രൊമോ വീഡിയോസിന്റെ ഒരു ഔചിത്യം കടന്നു വരുന്നത്. ഓൾറെഡി ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു പടത്തിൽ സ്പൈഡർമാൻ ബ്രാൻഡിയുടെ ഈ ഒരു പടത്തിൽ കൂടുതലായിട്ടും സ്പൈഡർമാന്റെ ആ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് വേർഷനെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലായിരിക്കും പടം ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. MCUയിൽ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഇതുവരെ ആ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് നേച്ചർ അധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെയും ഹോം കമ്മിങ്ങിലാണ് കുറച്ചെങ്കിലും കാണിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് അത് ആരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. സ്ക്രിപ്റ്റ് വൈസ് MCU വലിയ ബന്ധങ്ങളിലേക്ക് പൊക്കൊണ്ടിരുന്നപ്പോൾ സ്പൈഡർമാനും വലിയ ഇവന്റ്സിൽ പങ്കെടുക്കേണ്ടതായിട്ട് വന്നു. സോ അവിടെ നമുക്ക് മിസ്സായത് സ്പൈഡർമാൻ്റെ എന്താ പറയുക ഒരു ഫ്രണ്ട്ലി നേച്ചർ ആയിരുന്നു. സോ അത് ഈ ഒരു പടത്തിൽ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. അതിന് ശരിവെക്കുന്ന വണ്ണം ഒരു കാർ ആക്സിഡന്റിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറുക്കനെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഒക്കെ പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു കാർ ആക്സിഡന്റിന്റെ ആ ഒരു മൊത്തത്തിലൊരു സെറ്റപ്പ് കാണുമ്പോൾ മിക്കവാറും ആ ഒരു ടാങ്ക് ചേസ് സീക്വൻസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു സീക്വൻസ് ആണെന്ന് തോന്നുന്നു. ഇതാണ് സ്പൈഡർമാൻ. അതായത് ഒരു മെയിൻ ഇവന്റ് ആയിട്ട് ഒരു ടാങ്ക് ചേസ് സീക്വൻസ് വേറൊരു സൈഡിൽ നടക്കുമ്പോൾ പോലും അതിൽ ബാധിക്കപ്പെടുന്ന സൈഡിലുള്ള സിവിലിയൻസിനെയും പുള്ളി പരിഗണിക്കുന്നുണ്ടല്ലോ. ആ ഒരു മൈൻഡാണ്, ആ ഒരു മനസ്സാണ് സ്പൈഡർമാൻ ആക്കുന്നത്. ഇത്തരത്തിലുള്ള സീക്വൻസുകൾ വെക്കുന്നതിലൂടെ പടത്തിന് അതെങ്ങനെ ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ഈ ഒരു പടത്തിൽ സ്പൈഡർമാൻ ഒരു മ്യൂട്ടേഷനെ വിധേയമാവുന്നതും പുള്ളിയുടെ കൺട്രോൾ ലോസ് ചെയ്തിട്ട് വേറൊരു എന്താ പറയുക കില്ലർ മോഡിലോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻസും പരിപാടികളൊക്കെ വരുമെന്നുള്ള കാര്യം ഓൾറെഡി എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. സോ അവിടെ നമുക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് കിട്ടും. സ്പൈഡർമാൻ എത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു, ഈ ഒരു മ്യൂട്ടേഷന് ശേഷം പുള്ളി എത്രമാത്രം തന്നെ ലോസ് ചെയ്തു, ആ ഒരു ഫ്രണ്ട്ലി ക്യാരക്ടർ എത്രമാത്രം ലോസ് ആയി എന്നുള്ളൊരു ക്യാരക്ടർ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഈ തുടക്കത്തിൽ ഈ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ നേച്ചർ കുറച്ച് കാണിക്കുന്നത് നല്ലതായിരിക്കും. അവഞ്ചേഴ്സ് ബിൽഡിംഗ് ഒരു മിന്നായം പോലെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ നമ്മൾ MCUയിൽ കണ്ടുപരിച്ചിട്ടുള്ള ഒരു അവഞ്ചേഴ്സ് ബിൽഡിംഗ് അല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് വാലന്റീനയുടെ തണ്ടർബോൾസിന്റെ നേതൃത്വത്തിലാണല്ലോ ഇപ്പോൾ കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കാണാം. ആ ഒരു ലോഗോ ഒന്നും ഇപ്പോൾ കാണാനില്ല. ആ ഒരു അവഞ്ചേഴ്സ് ടവറിന്റെ മുമ്പിലായിട്ട് വേറൊരു ബിൽഡിംഗ് കൂടി തട്ടിക്കൂട്ടി സെറ്റപ്പ് ആക്കുന്ന രീതിയിൽ കാണാനായിട്ട് പറ്റും. ഓൾറെഡി ഡെയർ ഡബിൾ ബോൺ അഗെയിൻ സീരീസിലും ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ കോമിക്സിലൊക്കെ സെൻട്രിക്ക് വേണ്ടിയിട്ട് സെൻട്രിയുടെ ഒരു വാച്ച് ടവർ മോഡിലോട്ട് അവഞ്ചേഴ്സ് ടവറിനെ മാറ്റുന്ന രീതിയിൽ വാലന്റീനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഒരു തുടക്കമാണോ ഇതൊക്കെ ഉള്ള രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു നോക്കാം. സ്കോർപിയോൺ വേഴ്സസ് സ്പൈഡർമാൻ ഫൈറ്റ് വീണ്ടും ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്രാവശ്യം മഞ്ഞത്ത് കിടന്നാണ് രണ്ടെണ്ണം കൂടെ അടി കൂടുന്നത്. അതായത് 2 സെറ്റപ്പിൽ 2 പ്രാവശ്യം സ്കോർപിയോനുമായിട്ട് സ്പൈഡർമാൻ ഏറ്റുമുട്ടുന്നുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ആദ്യത്തെ പ്രാവശ്യം ആ ഒരു തണുപ്പൻ മോഡിൽ ആ ഒരു വിന്റർ സെറ്റപ്പിലും പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റ്, അങ്ങനെ 2 പ്രാവശ്യം ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു 2 പ്രാവശ്യമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ആ ഒരു മഞ്ഞത്ത് വെച്ചിട്ടുള്ള ഫൈറ്റിൽ സ്പൈഡർമാൻ ഓർഗാനിക് വെബ് ഒന്നുമില്ല. ആൻഡ് സ്പൈഡർമാൻ മ്യൂട്ടേഷൻ അങ്ങനെ കാര്യമായിട്ട് വിധേയമായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അടിയിൽ പുള്ളിയുടെ ആ ഒരു പുൾ ബാക്ക് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. എൻ്റെ രണ്ടാമത്തെ ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റിൽ ആദ്യം തന്നെ സ്കോർപിയൻ ചോദിക്കുന്നത് ഡു യു മിസ് മീ സ്പൈഡി എന്നാണ്. സോ ഇതിന് മുമ്പും ഇവർ കണ്ടിട്ടുണ്ടെന്നും ഒന്ന് കോർത്തിട്ടുണ്ടെന്നുമാണ് ആ ഒരു ഡയലോഗ് അടിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ആൻഡ് മ്യൂട്ടേഷന് വിധേയമായിട്ട് സർവ്വം പൊളിഞ്ഞിരിക്കുന്ന സ്പൈഡർമാനാണ് ഇതെന്ന് ആ സമയത്ത് നമ്മുടെ സ്കോർപിയൻ അറിയുന്നില്ല. അടിച്ചു വാരി വെളുത്തിട്ടുണ്ട് ആ ഒരു സീക്വൻസിൽ. സോ സ്കോർപിയൻ ആയിട്ടുള്ള ഈ ഒരു ഫൈറ്റ്
ഫൈറ്റ് സീക്വൻസ് 2 പ്രാവശ്യം കാണിക്കുന്നതിലൂടെ സ്പൈഡർമാൻ്റെ ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ തന്നെ സ്പൈഡർമാൻ ഫോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടി വിട്ടു എന്നുള്ളൊരു കാര്യവും സ്പൈഡർമാൻ എത്രത്തോളം മ്യൂട്ടേഷൻ പുള്ളിയെ മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഓഡിയൻസിന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പരിപാടി. പ്രൊമോയിലും ഇന്നായം പോലെ വേറൊരു വില്ലനും കൂടെ ടീസ് ചെയ്യുന്നുണ്ട്. റാം റോഡ് എന്നാണ് ഈ ഒരു വില്ലൻ്റെ പേര്. ഈ ഒരു വില്ലൻ വലിയൊരു വില്ലനൊന്നുമല്ല, സ്പൈഡർമാൻ്റെ എന്താ പറയുക ഒരു ഡി ക്ലാസ് വില്ലൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ്. ആൻഡ് പുള്ളിയുമായിട്ട് സ്പൈഡർമാൻ ഏറ്റുമുട്ടുന്ന ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് കോമിക് റിപ്ലിക്ക ആയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സോ ഡെസ്റ്റിനി ക്രിട്ടൻ എത്രമാത്രം ആ ഒരു കോമിക് ഓറിയന്റഡ് പരിപാടി ഈ ഒരു പടത്തിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ് ട്രെയിലറുകളിലൂടെയൊക്കെ. ഇപ്പോൾ പ്രൊമോയിലൂടെയും അത് കൃത്യമായിട്ട് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി കോമിക്സിലെ മെയിനായിട്ട് ഈ റാം റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഡയർ ഡെവിളിൻ്റെ വില്ലനായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഡയർ ഡെവിളിൻ്റെ ഒരു വില്ലനെ ഈ ഒരു പ്രൊമോയിൽ ടീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഡയർ ഡെവിൾ ഈ ഒരു പടത്തിൽ കാണുമെന്നുള്ളത് പറയാതെ പറയുകയാണോ? ഞാൻ കുറച്ചധികം കാട് കയറി പറയുകയാണെന്നറിയാം. നോക്കാം പടത്തിൽ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന്. ഓക്കെ, ഇനി ഒരു റാം റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ പുള്ളിക്ക് മെയിനായിട്ട് ഈ പവേഴ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിലൂടെ കുറച്ച് സൈബർനാറ്റിക്സ് പവർ പരിപാടികളൊക്കെയാണ് പുള്ളിക്ക് മെയിനായിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ സ്കോർപ്പിയൻ്റെ ഒരു സ്യൂട്ടും പരിപാടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു മെക്കാനിക്കൽ സ്യൂട്ട് പരിപാടിയാണെന്നറിയാം. പിന്നെ ബൂമറാങ്ങിനെ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനും ചിലപ്പോൾ ആ ഒരു മെക്കാനിക്കൽ സ്യൂട്ട് പരിപാടിയിൽ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനാണ് ചാൻസ്. ആൻഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വില്ലന്മാർക്കും ഒരു തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്ന പോലെ കൃത്യമായിട്ട് തോന്നുന്നുണ്ട്. സോ ഇവർക്ക് ഈ വെപ്പൺസ് ഒക്കെ സപ്ലൈ ചെയ്യാനായിട്ട് ഒരു മെയിൻ വില്ലൻ മുകളിലുണ്ടാവും. സോ ആ മെയിൻ വില്ലൻ ആണോ ടൂം സ്റ്റോൺ എന്നുള്ള രീതിയാണ് ഇപ്പോൾ റൂമേഴ്സും പരിപാടികളും വരുന്നത്. സോ ടോം ഹോളൻഡ് ടീസ് ചെയ്തിട്ടുള്ള ആ ഇതുവരെ ട്രെയിലറുകളൊന്നും കാണിക്കപ്പെടാത്തിട്ടുള്ള ആ ഒരു വില്ലൻ ടൂം സ്റ്റോൺ ആണെന്നുള്ളൊരു രീതിക്കാണോ മെയിൻ ആയിട്ടുള്ള ഫാൻ തിയറീസ് വരുന്നത്. അതും അല്ലെങ്കിൽ പിന്നെ ഓസ്കോപ്പ് ചെയ്യുന്നത് നമ്മുടെ നോർമൻ ഓസ്ബോൺ ആയിരിക്കാം. അതിന് ചാൻസ് കുറച്ച് കുറവാണ്. ഓൾറെഡി നോവേ ഹോമിൽ ഒരു വേരിയന്റ് ആണ് എന്നാൽ കൂടി നോർമൻ ഓസ്ബോൺ വന്നതാണ്. ആൻഡ് അത് കൂടാതെ സ്പൈഡർമാൻ്റെ ഒരു ആനിമേറ്റഡ് സീരീസ് ആയിട്ടുള്ള ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനിലും ഏറെക്കുറെ ഒരു നോർമൽ ഓസ്ബോണിന്റെ ഒരു പരിപാടിയാണ് പോകുന്നത്. സോ ഇതിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ചാൻസ് കുറച്ച് കുറവാണ്. കുറച്ച് കുട്ടികളുടെ മുന്നിലായിട്ട് സ്പൈഡർമാൻ ഇരിക്കുന്നതായിട്ട് കാണാം. അവർക്ക് എന്തോ ഒരു ക്ലാസ് പരിപാടി ഡെമോ എടുത്ത് കൊടുക്കുന്ന രീതിയിലാണ്. അവിടെ വെച്ച് സ്പൈഡർമാൻ്റെ കയ്യിൽ ഒരു സൂചി കുത്തുമ്പോൾ ആ സൂചി വരെ ഒടിഞ്ഞു പോകുന്ന രീതിയിൽ കാണാം. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൂചി ഒടിഞ്ഞു പോകുന്നത് ആദ്യ അത്ഭുതത്തോടെ നോക്കുന്നത് സ്പൈഡർമാൻ തന്നെയാണ്. ശന്തപ്പുണ്ടായെന്നുള്ള രീതിക്ക് സ്പൈഡർമാൻ അതിനെ നോക്കി കാണുന്നത് കാണാം. സ്പൈഡർമാന് ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നാൽ പോലും ഇത്ര കണ്ട് ഡ്യൂറബിലിറ്റി ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ നോവേ ഹോമിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിങ്ങിൽ നോർമൻ ഓസ്ബോൺ നമ്മുടെ ടോബി മെഗിറിൻ്റെ സ്പൈഡർമാൻ്റെ പുറകിൽ തന്നെയായിട്ട് കുത്തുന്നത് കാണാം. സോ മിക്കവാറും ഇതാ ഒരു മ്യൂട്ടേഷൻ്റെ തുടക്ക സ്റ്റേജ് ആയിരിക്കണം. സോ സ്പൈഡർമാൻ തന്നെ ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ ഒരു മ്യൂട്ടേഷൻ പുള്ളിയുടെ ഉള്ളിൽ എത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുവാനുള്ള പോകുന്ന കുറച്ച് സീക്വൻസുകളിലൊന്നായിരിക്കണം ഇത്. പാതി സ്പൈഡറും പാതി മനുഷ്യനായിട്ടുള്ള ഒരു DNA വ്യതിയാനം കൃത്യമായിട്ട് ഒരു സിസ്റ്റത്തിൽ കാണുന്ന രീതിയിൽ കാണാം. ഇത് ഓൾറെഡി നമ്മുടെ സ്പൈഡർമാൻ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള പുള്ളിയുടെ തന്നെ ഒരു പേഴ്സണൽ AI ആണ്. EV എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാറായിട്ടില്ല. പടത്തിൽ കണ്ട് തന്നെ മനസ്സിലാക്കാം. സ്റ്റാർ കച്ചാനൊന്നും ഇല്ലല്ലോ. സോ പുള്ളിക്കും വേറെ വഴിയില്ല. സ്വന്തമായിട്ട് ഒരു AI ഒക്കെ ഉണ്ടായാലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. സോ സ്റ്റാർ കച്ചാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഹൾക്കിൻ്റെ കയ്യിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, പുള്ളി ഹൾക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു ബ്രേസ്ലെറ്റ്, അത് ഓൾറെഡി സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞ് കാണും. സോ അതിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ASM-14 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിലെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ASM-14 കോമിക്സിലാണ് ഹൾക്കും സ്പൈഡർമാനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആദ്യമായിട്ട് ടീസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇതേ കോമിക്സിൽ തന്നെ ഗ്രീൻ ഗോബ്ലിനുമായിട്ടും നമ്മുടെ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അമേസിംഗ് സ്പൈഡർമാൻ്റെ കീഴിൽ വരുന്നൊരു കോമിക്സ് ആണിത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി. സോ അതിനെ ടീസ് ചെയ്തല്ലേ ഇതെന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത് കറക്റ്റാണ്. ബട്ട് അതിൽ ഗ്രീൻ ഗോബ്ലിന് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി നോർമൻ ഓസ്ബോൺ വരാം. പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൻ ഓസ്ബോണിനെ പോയിട്ട് പുള്ളിയുടെ ആ ഒരു ഓസ്കോർപ്പ് കമ്പനിയെ പോലും ഈ ഒരു MCUവിൻ്റെ ഈ ഒരു ടൈമിലെല്ലാം ടീസ് ചെയ്തിട്ടില്ല. സോ പെട്ടെന്ന് അങ്ങനെ ഒരു പരിപാടി തട്ടിക്കൂട്ടി സ്പോൺ ചെയ്ത് വരുന്ന രീതിയിൽ കാണിച്ചത് എത്രമാത്രം അറിയത്തില്ല, നോക്കാം. സ്പൈഡർമാനും പണിഷറും തമ്മിലുള്ള സീക്വൻസുകൾ ഈ ഒരു പടത്തിൽ നല്ല രീതിക്ക് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിലും ടോം ഹോളൻഡ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ട്രെയിലറിലും ടീസറിലും കണ്ടത് ജസ്റ്റ് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. ഇവർ തമ്മിലുള്ള സീക്വൻസുകൾ നല്ല രീതിക്ക് ഈ ഒരു പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അതായിരിക്കും എന്നുള്ളൊരു രീതിയാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത്. രസമായിരിക്കും. രണ്ട് തരത്തിൽ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഐഡിയോളജീസ് ഉള്ള രണ്ട് ക്യാരക്ടേഴ്സാണ്. സോ അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ സീക്വൻസിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഫൺ പരിപാടിയും ആൻഡ് ആ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ കണക്ഷൻ പരിപാടികളൊക്കെ വർക്കാവുമെന്ന് തോന്നുന്നു കൃത്യമായിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സിനെ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നോർമൻ ഓസ്ബോണേക്കാൾ പുതിയ വില്ലനായിട്ട് വരാനുള്ള ചാൻസ് ടൂം സ്റ്റോൺ തന്നെയാണ്. ഈ ഒരു വെപ്പൺ ടെക്നോളജി സപ്ലൈ പരിപാടികളിലൊക്കെ കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ക്യാരക്ടറിനെയാണ്. ഓസ്ബോണിനെയും കണക്ട് ചെയ്യാം. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ ആ TV പ്രൊമോസ് പരിപാടികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അതൊക്കെ കണ്ടിട്ട് എത്രമാത്രം നിങ്ങൾക്ക് പടത്തിന് മേലുള്ള ഹൈപ്പ് കയറുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും ഇതിനോടകം പടത്തിൻ്റെ പേരിലുള്ള തിയറീസും പരിപാടികളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള തിയറി പരിപാടികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.